Hello friends, welcome to Locust. Audio Video Electronic Means. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ ക്ലോസ് ആണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. സെക്ഷൻ 2 ക്ലോസ് 1 സബ് ക്ലോസ് എയിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ ക്ലോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലായതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡെഫിനിഷൻ ആണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. എന്താണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കാം. യൂസ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫോർ ദ പർപ്പസ് ഓഫ് വീഡിയോ കോൺഫറൻസിംഗ്, റെക്കോർഡിംഗ് ഓഫ് പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, സെർച്ച് ആൻഡ് സീഷർ ഓർ എവിഡൻസ്, transmission of electronic communication, other purpose and other means as the state government may provided by rules. Video conferencing, meeting, test identification parade, പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കോടതിയിൽ അറ്റൻഡൻസ് ബോധിപ്പിക്കാൻ, ഇങ്ങനെ കേസിന്റെ പല ആവശ്യങ്ങൾക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി ചെയ്യാവുന്നതാണ്. അടുത്തതായി റെക്കോർഡിംഗ് ഓഫ് പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുവാൻ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസും യൂസ് ചെയ്യാം. നെക്സ്റ്റ്, സെർച്ച് ആൻഡ് സീഷർ ഓർ എവിഡൻസ്. തെളിവുകൾ ശേഖരിക്കുന്നതിനും മറ്റും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്യാം. ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, സെൻഡിങ്, ഷെയറിംഗ് എക്സെട്ര, ഇതിനെല്ലാം ഈ ഒരു ആധുനിക രീതി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്യാമെന്ന് സെക്ഷൻ വൈസ് നോക്കാം. ആദ്യത്തെ സെക്ഷൻ 176 ക്ലോസ് 3, പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. A forensic expert can collect forensic evidence related to an offense and is allowed to record the process through video using mobile phone or any other electronic device. BNSS വന്നതോടുകൂടി പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഫോറൻസിക് സയൻസ്. ഫോറൻസിക് എക്സ്പേർട്ടിനെ എവിഡൻസ് കളക്ട് ചെയ്ത് അതിന്റെ വീഡിയോഗ്രാഫി പ്രോസസ് ചെയ്യാൻ മൊബൈൽ ഫോൺ പോലെയുള്ള ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്യാം. Next, section 180 clause 3, proviso, examination of witness by police. The statement made to him in the course of an examination may be recorded by audio video electronic means. പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഇത് ഉപയോഗിക്കാം. അടുത്ത സെക്ഷൻ 183 clause 1. First proviso, recording of confession and statements by a magistrate. Any confession or statement recorded by audio video electronic means in the presence of advocate of accused. Confession and statement record ചെയ്യാൻ മജിസ്ട്രേറ്റിനെ ഇത് യൂസ് ചെയ്യാം. അടുത്തതായി സെക്ഷൻ 183 clause 6 sub clause A. Fourth proviso, the person making the statement is temporarily or permanently mentally or physically disabled. A magistrate can record their statement through audio video electronic means, preferably by mobile phone. Temporarily or permanently mentally or physically disabled ആയിട്ടുള്ള ഒരു പേഴ്സന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ ഈ ഒരു രീതി ഉപയോഗിക്കാം. അടുത്തത് സെക്ഷൻ 187, പ്രൊസീജിയർ when investigation cannot be completed in 24 hours. Section 187 clause 4, accused is produced for the first time and subsequently every time accused remains in the custody of police, magistrate may extend further detention in judicial custody on production of accused either in person or through audio video electronic means. Investigation 24 മണിക്കൂറിൽ തീരാതെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ മുതൽ ജുഡീഷ്യൽ കസ്റ്റഡി വരെ എല്ലാ ടൈമിലും പ്രതിയെ നേരിട്ടല്ലെങ്കിൽ ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്ത് ഹാജരാക്കാവുന്നതാണ്. അടുത്തത് സെക്ഷൻ 251 ക്ലോസ് 2,
Trial before a court of session in the case of framing of charge. Charge shall be read and explained to accused present either physically or through audio, video, electronic means. സെഷൻസ് കോർട്ടിന്റെ ട്രയൽ നടക്കുന്ന സമയം പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം വായിക്കുമ്പോൾ പ്രതിയെ നേരിട്ടോ അല്ലെങ്കിൽ ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് മുഖേനയോ ഹാജരാക്കാവുന്നതാണ്. അടുത്തതായി സെക്ഷൻ 254 ക്ലോസ് 1 എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ. എവിഡൻസ് ഓഫ് വിറ്റ്നസ് റെക്കോർഡഡ് അണ്ടർ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. Section 254 Clause 2 Deposition of any public servant taken through audio video electronic means. പബ്ലിക് സർവന്റിന്റെ മൊഴി രേഖപ്പെടുത്താനായിട്ടും ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. Section 266 Clause 2 Second proviso, trial of warrant case by magistrate, evidence for defense. Examination of witness may be done through audio video electronic means. വാറന്റ് ട്രയലിൽ ഡിഫൻസ് എവിഡൻസ് എടുക്കാനും ഈ ഒരു രീതി യൂസ് ചെയ്യാം. അടുത്തതായി സെക്ഷൻ 310 ജനറലി സ്പീക്സ് റെക്കോർഡ് ഓഫ് എവിഡൻസ് ഓഫ് വിറ്റ്നസ് ഇൻ വാറന്റ് കേസസ് ത്രൂ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. നെക്സ്റ്റ് സെക്ഷൻ 336 സെക്കൻഡ് പ്രൊവൈസോ എവിഡൻസ് ഓഫ് പബ്ലിക് സർവന്റ് എക്സ്പേർട്സ് പോലീസ് ഓഫീസേഴ്സ് റെക്കോർഡഡ് ത്രൂ ദിസ് മീൻസ്. Section 355 Personal attendance of accused. അക്യൂസ്ഡിനെ നേരിട്ട് ഹാജരാക്കാനായിട്ടും ഈ ഒരു രീതിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ lowcost@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. Thank you for watching Lowcost.